സംഗീത് ശിവന്റെ ഓർമ്മകൾ ഇപ്പോഴും നിലനിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ തിരുവനന്തപുരത്തെ പൊങ്ങുമൂട്ടിലെ വീട്ടിലാണ് നമ്മളുള്ളത്. അദ്ദേഹം ജനിച്ചു വളർന്ന അദ്ദേഹത്തിൻ്റെ സ്വന്തം വീട്. ഇപ്പോഴും ഇവിടെ എത്തിയാൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നമുക്ക് കാണാൻ കഴിയും. ഈ ഫോട്ടോയിൽ കാണുന്നത് സംഗീത് ശിവനും സന്തോഷ് ശിവനുമാണ്. ഇതുപോലെ അവരുടെ കുടുംബ ഫോട്ടോയാണ് ഈ കാണുന്നത്. അതോടൊപ്പം അദ്ദേഹത്തിന് പുരസ്കാരം മുൻ മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരൻ നൽകുന്ന ചിത്രം. അങ്ങനെ ഒരുപാട് ഓർമ്മകൾ അദ്ദേഹത്തിൻ്റെ നിലനിൽക്കുന്ന ഒരു വീട്ടിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഈ വീട്ടിൽ താമസിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സഹോദരിയും ഭർത്താവുമാണ്. സഹോദരി ഇന്ന് രാവിലെ തന്നെ ഈ ഒരു അദ്ദേഹത്തിന് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അറിഞ്ഞതോടുകൂടി തന്നെ ഇവിടെ നിന്ന് മുംബൈയിലേക്ക് പോയിട്ടുണ്ട്. സഹോദരിയുടെ ഭർത്താവ് മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഈ വീട്ടിൽ ഉള്ളത്. ഒരു തീരാ നഷ്ടമാണ് നിങ്ങളുടെ കുടുംബത്തിനും മലയാള സിനിമയ്ക്കും ഉണ്ടായിരിക്കുന്നത്. എങ്ങനെയാണ് ഈ ഒരു വിയോഗത്തെ ആദ്യം എന്താണ് പറയാനുള്ളത്? ഒരു തീരാ നഷ്ടം തന്നെയാണ്. നമുക്കൊരു ഷോക്കാണ്. നമ്മുടെ വളരെ അടുത്ത നമ്മുടെ എല്ലാം കൺട്രോൾ എല്ലാം നോക്കുന്നതും മൂത്ത സഹോദരനല്ലേ. ഈ സ്റ്റുഡിയോയും പുള്ളി നോക്കിക്കൊണ്ടിരുന്നു. പുള്ളി ഒരു ഡെഡിക്കേറ്റഡ്, ഈ സിനിമയ്ക്ക് വേണ്ടി പുള്ളിയുടെ ജീവിതം മുഴുവൻ പുള്ളി ഇപ്പോഴും ഒരു സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഡബിങ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പുള്ളിക്ക് ഈ അസുഖം വന്നതും, അസുഖമല്ല ഈ ഇൻഫെക്ഷൻ വന്നതും, അങ്ങനെ ഹോസ്പിറ്റലിൽ പോയത്. ഒരു 2 ദിവസമായിട്ട് പുള്ളി ഒരു വെന്റിലേറ്ററിലായിരുന്നു. അപ്പം അൺകോൺഷ്യസ് ആയിരുന്നു പുള്ളി. അപ്പം സെഡേറ്റഡ് ആയിരുന്നു പുള്ളി. അതുകൊണ്ട് അതിനു മുമ്പേ വൈഫിൻ്റെ അടുത്ത് സംസാരിച്ചു, പുള്ളിയുടെ വൈഫിൻ്റെ അടുത്ത്, ബോംബെയിലല്ല അവർ. അപ്പം പുള്ളി ഓക്കെ ആയിരുന്നു. പക്ഷേ പെട്ടെന്നാണ് ഒരു ഡിറ്റീറിയേഷൻ വന്നത്, ഹെൽത്ത് സിറ്റുവേഷൻ, കിഡ്നി ഇൻഫെക്ഷൻ വന്നു. അങ്ങനെ പിന്നെ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്യുന്ന ഇടയ്ക്കാണ്. ഈ സിനിമാ പ്രവർത്തനം ഇപ്പം എന്താണ്, ഇനി രോമാഞ്ചത്തിൻ്റെ ഹിന്ദി പതിപ്പൊക്കെ ഇറക്കുമെന്ന് കേട്ടു. അങ്ങനെ എല്ലാം ഷൂട്ടിംഗ് എല്ലാം കംപ്ലീറ്റ് ആയി. ഡബ്ബിങ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനിയും അത് പുള്ളിയുടെ മകനും സിനിമയിലാണ്. എൻ്റെ മകനും ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരെല്ലാം ഒന്നിച്ചായിരുന്നു. ഈ വീടുമായിട്ട് അദ്ദേഹത്തിനുള്ള ബന്ധം ക്ലോസ് ആയിരുന്നു പുള്ളി. വീടുമായിട്ട് എല്ലാ കാര്യങ്ങളിലും പുള്ളി വളരെ അടുപ്പമായിരുന്നു പുള്ളി. അതാണ് ഈ ഇവിടെ ഒരു സ്റ്റുഡിയോ ഉണ്ട് സ്റ്റാച്യുവിൽ, ശിവൻ സ്റ്റുഡിയോ. അപ്പോൾ അതിൻ്റെ മേൽനോട്ടം മുഴുവൻ പുള്ളിയായിരുന്നു. ബോംബെയിൽ നിന്ന് പുള്ളി വന്ന് ഇവിടെ നിന്ന് ബോംബെയിൽ നിന്ന് ഇവിടെ വന്നു, പിന്നെ കൺട്രോൾ ചെയ്യായിരുന്നു. എല്ലാവർക്കും ആ സ്റ്റുഡിയോയിലെ സ്റ്റാഫിനും എല്ലാവർക്കും വളരെ കാര്യമാണ് പുള്ളിയായിരുന്നു. ഇനിയും അടുത്ത പ്രോജക്റ്റിനെ പറ്റിയാണ് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് പുള്ളി. സിനിമയ്ക്ക് വേണ്ടി ജീവിച്ചൊരു മനുഷ്യൻ. ഡെഫിനറ്റ്. ഇനി സംസ്കാര ചടങ്ങുകളൊക്കെ അവിടെ തന്നെ ആയിരിക്കും എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് ഡിസിഷൻ എടുത്തിരിക്കുന്നത് ഫാമിലി. എന്തായാലും കുടുംബത്തിലൊരു തീരാനഷ്ടമാണ്. ആ ഒരു ദുഃഖത്തിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത്. ഇപ്പോൾ ചില ബന്ധുക്കളൊക്കെ ഇങ്ങോട്ടേക്ക് ഈ മരണ വാർത്ത അറിഞ്ഞ് എത്തുന്നുമുണ്ട്. പ്രേം ശശിക്കൊപ്പം AK സ്റ്റെഫൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.